വധശിക്ഷ എന്ന് പറയുമ്പോൾ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന രംഗങ്ങളാകും നമുക്ക് ഓർമ്മ വരിക. എന്നാൽ ഇതിന് പിന്നിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ നടപ്പാക്കുന്നു എന്നതൊക്കെ നമുക്ക് പലർക്കും അവ്യക്തമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് ശിക്ഷയിൽ എന്തെങ്കിലും ഇളവുകൾ ലഭിക്കുമോ, ഇതിനായി എന്ത് നടപടികളൊക്കെയാണ് നേരിടേണ്ടത് എന്നൊക്കെ നമുക്ക് പലർക്കും അറിയില്ല. കേരളത്തിൽ നിലവിൽ 39 പ്രതികളാണ് വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്നത്. എന്നാൽ അപൂർവമായാണ് സ്ത്രീകൾക്ക് വധശിക്ഷ വിധിക്കാറുള്ളത്. ഏറ്റവും ഒടുവിലായി പാറശാല ഷാരോൺ വധക്കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്കാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയും ഗ്രീഷ്മയാണ്. 2022 വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ കോവളം സ്വദേശി റഫീഖ ബീവിയാണ് മറ്റൊരാൾ. ഇനി കേരളത്തിൽ ഇതുവരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നോക്കാം. കേരളത്തിൽ ഇതുവരെ നടപ്പാക്കിയത് 26 വധശിക്ഷകളാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച അപൂർവമായ കുറ്റകൃത്യങ്ങളിലാണ് നീതിന്യായ പീഠം പ്രതിക്ക് തൂക്കുകയർ വിധിക്കുന്നത്. പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന തെളിവുകളിലൂടെ ബോധ്യമാകുന്ന ഘട്ടത്തിലാണ് വധശിക്ഷ നൽകുക. ഇത്തരത്തിൽ കേരളത്തിൽ ഇതുവരെ 26 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. 1958 ആദ്യമായി വധശിക്ഷ നടപ്പാക്കുന്നത്. 1960 മുതൽ 1963 കാലഘട്ടത്തിൽ 5 പേരെയാണ് തൂക്കിലേറ്റിയത്. കേരളത്തിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു അത്. 1967 മുതൽ 1972 വരെയുള്ള കാലഘട്ടത്തിൽ 3 വധശിക്ഷയും നടപ്പാക്കിയിട്ടുണ്ട്. 34 കൊല്ലം മുൻപ് 1991 കണ്ണൂരിലാണ് കേരളത്തിലെ ഏറ്റവും അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത്. 14 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റിയത്. 30 വർഷത്തിലധികമായി കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ഇനി വധശിക്ഷ റദ്ദാക്കാൻ ഒരു പ്രതിക്ക് എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് നോക്കാം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിശദമായ പരിശോധന നടത്തും. ഇതിനായി വിദഗ്ധരുൾപ്പെടുന്ന പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട്. ജയിലിലെ പെരുമാറ്റം, കുടുംബ സാമൂഹിക പശ്ചാത്തലം, സാമൂഹിക ജീവിതത്തിന് പറ്റിയ നിലയിലേക്ക് സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ, തൊഴിൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങളടക്കം പരിശോധിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത്. ഹൈക്കോടതി വിധിയെതിരായാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. സുപ്രീം കോടതിയും ഹർജി റദ്ദാക്കിയാൽ രാഷ്ട്രപതിക്ക് മുൻപിൽ ദയാഹർജി നൽകാനും പ്രതിക്ക് അവസരമുണ്ട്. ഇതിലെല്ലാം വധശിക്ഷ ശരിവെച്ചാൽ മാത്രമാണ് ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. ദയാഹർജി തള്ളുന്നതുവരെ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പരിഗണിക്കുക. മറ്റു തടവുകാരോടൊപ്പം താമസിപ്പിക്കും. ജയിലിൽ ജോലികൾ ചെയ്യണം. പക്ഷേ അവർക്ക് പരോൾ ലഭിക്കില്ല. ഒരു പ്രതിക്ക് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. രാഷ്ട്രപതി ദയാഹർജി തള്ളിയ ശേഷമായിരിക്കും പ്രതിയെ ഏകാന്ത തടവിന് വിധേയമാക്കുക. ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരിക്കും താമസിപ്പിക്കുക. മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം നൽകും. ദിവസവും ഡോക്ടർമാർ പരിശോധിക്കും. പ്രതി വധശിക്ഷയ്ക്ക് മുൻപായി മാനസികമായും മരണത്തിനായി തയ്യാറെടുക്കണം. പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കിയ ശേഷമായിരിക്കും വധശിക്ഷ നടപ്പാക്കുക. തൂക്കിലേറ്റുന്നതിന് മുൻപായി പ്രതിയുടെ ഭാരം കൊലക്കയറിന് അനുയോജ്യമാണോ എന്നും പരിശോധിക്കും. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ടായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് സെൻട്രൽ ജയിലുകളിൽ കഴുമരമുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കൂടുതലും വധശിക്ഷ നടപ്പിലാക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 തൂക്കുമരവും തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ 1 തൂക്കുമരവുമാണ് ഉള്ളത്. അതേസമയം ഒരു ജയിലിലും സ്ഥിരമായ ആരാച്ചാർ ഉണ്ടാകില്ല. ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നതിന് 2 ലക്ഷം രൂപയാണ് ആരാച്ചാരുടെ പ്രതിഫലം. കേരളത്തിൽ കുറ്റകൃത്യത്തിന്റെ ആഴം മനസ്സിലാക്കി കോടതി പല കേസുകളിലും വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും ശിക്ഷ നടപ്പാക്കുന്നത് അപൂർവമാണ്.